ഇന്ന് ആഗസ്റ്റ് 21. ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ളതടക്കമുള്ള ഈ ആഴ്ചത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും ഒരുപാട് മലയാളം സിനിമകളുടെ OTT അപ്ഡേറ്റുകളും വന്നിരിക്കുകയാണ്. ഒന്നാമത്തേത് പോസിറ്റീവ് എബോ ആവറേജ് അഭിപ്രായം നേടിയ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് മലയാളം ചിത്രമാണ് ധീരൻ. സിനിമ ആഗസ്റ്റ് 22 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പം വേണമെങ്കിലും സൺ നെക്സ്റ്റിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. എസ്തർ അനിലൊക്കെ അഭിനയിച്ച ശാന്തമീ രാത്രിയിൽ എന്ന റൊമാന്റിക് ഡ്രാമ മലയാളം സിനിമയും നാളെ ആഗസ്റ്റ് 22 മനോരമ മാക്സിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകും. ആവറേജ് മിക്സ്ഡ് അഭിപ്രായം നേടിയ കോമഡി മിസ്റ്ററി ത്രില്ലർ മലയാളം ചിത്രമാണ് സൂത്രവാക്യം. സിനിമ ഇപ്പം ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പെരുമാനി എന്ന മലയാളം കോമഡി സിനിമ ഇന്ന് വൈകിട്ട് സൈന പ്ലേയിലൂടെ മലയാളത്തിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുന്നേ ഇറങ്ങിയ ഒരു റൊമാന്റിക് ഡ്രാമ മലയാളം സിനിമയാണ് ഒരു പക്ക നാടൻ പ്രേമം. ഈ സിനിമ കഴിഞ്ഞ ദിവസം മല്ലുവുഡ് മൂവീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളത്തിൽ റിലീസ് ആയിട്ടുണ്ട്. സാസികയുടെ കേരള സ്റ്റേറ്റ് അവാർഡൊക്കെ നേടിയ മലയാളം ചിത്രമാണ് വാസന്തി. സിനിമ ആഗസ്റ്റ് 28 മനോരമ മാക്സിലൂടെ OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട്. നിരഞ്ജ് മണിയൻപിള്ള, ജഗദീഷ് ഒക്കെ അഭിനയിക്കുന്ന ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് എന്ന പുതിയ മലയാളം സീരീസ് ആഗസ്റ്റ് 29 സോണി ലീവിലൂടെ OTT റിലീസ് ആകും. സീരീസിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും ട്രെയിലറും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് ZEE5 കമ്മട്ടം എന്ന മലയാളം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സീരീസിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ആഗസ്റ്റ് 29 നിന്നും സെപ്റ്റംബർ 5 മാറ്റിയിട്ടുണ്ട്. സീരീസിന്റെ ട്രെയിലർ നാളെ പുറത്തുവരും. അടുത്തത് തലൈവൻ തലൈവി എന്ന മികച്ച അഭിപ്രായം നേടി വിജയിച്ച റൊമാന്റിക് കോമഡി ആക്ഷൻ ഫാമിലി തമിഴ് ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 22 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകും. മാരീശൻ എന്ന മികച്ച അഭിപ്രായം നേടിയെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ പോയ കോമഡി ത്രില്ലർ തമിഴ് സിനിമയും ഇന്ന് രാത്രി 12 മണിയോടെ ആഗസ്റ്റ് 22 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. മിക്സഡ് അഭിപ്രായം നേടി വിജയിക്കാൻ സാധിക്കാതെ പോയ തെലുങ്ക് പാനിന്ത്യൻ പീരീഡ് ആക്ഷൻ സിനിമയാണ് ഹരി ഹര വീരമല്ലു. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കാണാവുന്നതാണ്. അമേരിക്കൻ റൊമാന്റിക് ഡ്രാമ സിനിമയാണ് ദ മാപ്പ് ദാറ്റ് ലീഡ്സ് ടു യു. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ തമിഴ് ചിത്രമാണ് പേരൻപും പെരുങ്കോപാമം. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 22 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തെലുങ്ക് ഭാഷയിൽ മാത്രം OTT റിലീസ് ആയ തെലുങ്ക് റൊമാന്റിക് കോമഡി ചിത്രമാണ് വിർജിൻ ബോയ്സ്. സിനിമ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷയിലും കൂടെ ഈ ആഴ്ച OTT റിലീസ് ആയിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടിയ F1 എന്ന ഹോളിവുഡ് സ്പോർട്സ് ഡ്രാമ സിനിമ ഇന്ന് ആപ്പിൾ TV പ്ലസിലൂടെ റെന്റ് ഓപ്ഷനിൽ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നാളെ കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലും വിദേശത്ത് സിനിമ ലഭ്യമാകും. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലുള്ള സിനിമയുടെ OTT റിലീസ് പിന്നീട് ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം വിദേശത്ത് OTT റിലീസ് ആയ ഹോളിവുഡ് സിനിമയാണ് സൂപ്പർമാൻ. സിനിമ അടുത്ത ആഴ്ച ആഗസ്റ്റ് 26 ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഇന്ത്യയിലും കൂടെ റെന്റ് ഓപ്ഷനിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആകും. തണ്ടർ ബോൾസ് എന്ന ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമയും നേരത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം വിദേശത്ത് OTT റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമ വരുന്ന ആഗസ്റ്റ് 27 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ത്യയിലും കൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മിഷൻ ഇംപോസിബിൾ സിനിമയുടെ 8ാമത്തെ ഭാഗം ഇപ്പം ഇന്ത്യയിലും കൂടെ ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ റെന്റ് ഓപ്ഷനിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച അഭിപ്രായം നേടിയ പീസ് മേക്കർ എന്ന അമേരിക്കൻ സൂപ്പർ ഹീറോ സീരീസിന്റെ 8 എപ്പിസോഡ് അടങ്ങുന്ന പുതിയ 2ാമത്തെ സീസൺ നാളെ മുതൽ ആഗസ്റ്റ് 22 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വീതമായിട്ട് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. അടുത്തത് വുഡ് വാക്കേഴ്സ് എന്ന ജർമ്മൻ ഫാമിലി ഫാന്റസി സിനിമ ഇന്ന് ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്.
ഫാൾ ഫോർ മീ എന്ന ജർമ്മൻ ഇറോട്ടിക് ത്രില്ലർ ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട്. ഹോസ്റ്റേജ് എന്ന പുതിയ ബ്രിട്ടീഷ് ഡ്രാമ പൊളിറ്റിക്കൽ സീരീസിന്റെ എല്ലാ 5 എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇൻവേഷൻ എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സീരീസിന്റെ പുതിയ 3ാമത്തെ സീസൺ നാളെ മുതൽ ആപ്പിൾ TV പ്ലസിലൂടെ ആഗസ്റ്റ് 22-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. സമറ വീവിംഗ് അഭിനയിക്കുന്ന പുതിയ ഹേസ്റ്റ് ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് ചിത്രമാണ് ഈനി മീനി. സിനിമ ഹുളു OTTയിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ആഗസ്റ്റ് 22-ാം തീയതി ഡയറക്റ്റ് OTT റിലീസ് ആകുന്നതാണ്. കജോൾ അഭിനയിക്കുന്ന മിക്സ്ഡ് പോസിറ്റീവ് അഭിപ്രായം നേടിയ ശൈത്താൻ സിനിമയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന മാ എന്ന മിത്തോളജിക്കൽ ഹൊറർ ബോളിവുഡ് ചിത്രം ഇന്ന് രാത്രി 12 മണിയോടെ ആഗസ്റ്റ് 22-ാം തീയതി ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആകും. ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കൊത്തപ്പള്ളിയിലോ ഒക്കാപ്പുടു എന്ന തെലുങ്ക് ചിത്രം ഇന്ന് ആഹാ ഗോൾഡിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം OTT റിലീസ് ആയിട്ടുണ്ട്. നാളെ ആഹാ തെലുങ്കിലും കൂടെ സിനിമ റിലീസ് ആകുന്നതാണ്. പ്രേമ കഥ എന്ന തെലുങ്ക് റൊമാന്റിക് സിനിമ ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് കന്നഡയിൽ നിന്നുമുള്ള കപട നാടക സൂത്രധാരി എന്ന കന്നഡ സിനിമ നാളെ ആഗസ്റ്റ് 22-ന് സൺ നെക്സ്റ്റിലൂടെ കന്നഡ ഭാഷയിൽ മാത്രം OTT റിലീസ് ആകും. നാളെ ZEE5ലൂടെ OTT റിലീസ് ആകുമെന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്ന കന്നഡ സീരീസ് ആണ് ശോധ. സീരീസിന്റെ OTT റിലീസ് ഒഫീഷ്യൽ ആയിട്ട് ആഗസ്റ്റ് 22-ൽ നിന്നും ആഗസ്റ്റ് 29-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത തെലുങ്ക് പാനിന്ത്യൻ സിനിമയാണ് കണ്ണപ്പ. സിനിമ സെപ്റ്റംബർ 5-ാം തീയതി മലയാളം അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. വിജയ് ദേവരക്കൊണ്ടയുടെ ആവറേജ് അഭിപ്രായം നേടിയ ആക്ഷൻ സ്പൈ തെലുങ്ക് സിനിമയാണ് കിങ്ഡം. സിനിമ നേരത്തെ അറിയിച്ചതുപോലെ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ ആഗസ്റ്റ് 28-ാം തീയതി OTT റിലീസ് ആകുമെന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. അടുത്തത് മികച്ച അഭിപ്രായം നേടി വിജയിച്ച് 100 കോടി കളക്ഷൻ കടന്ന കോമഡി ഹൊറർ കന്നഡ ചിത്രമാണ് സു ഫ്രം സോ. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ മാസം മലയാളം, തമിഴ് അടക്കമുള്ള ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. സിനിമ സെപ്റ്റംബറിന്റെ ആദ്യ പകുതിയിൽ OTT റിലീസിന് എത്തിയേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. നേരത്തെ സൈന പ്ലേ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ട ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ID ദ ഫേക്ക് എന്ന മലയാളം ത്രില്ലർ സിനിമ സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം. സെപ്റ്റംബർ 5 എന്ന സിനിമയുടെ എക്സ്പെക്റ്റഡ് OTT റിലീസ് ഡേറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്.